തോമസ് സാറ് വരുന്ന വഴിയാ? അല്ല, പോണ വഴി. താനാരെ ചോദിക്കാൻ? താൻ തന്നെ പണി നോക്കണോ? അപ്പൊ പോണ വഴിയാണല്ലേ? ദിൽസാണല്ലോ. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഏക് തുജേ കെ ലിയേ. ഓ, അപ്പൊ DMO സാറ് ഏക് തുജേ കെ ലിയേ വലിക്കുള്ളൂ അല്ലേ? എൻഫീൽഡിന്റെ ഫോറിനല്ലേ? ഞാനൊന്ന് ഓടിച്ചു നോട്ടെ. വേണ്ട, താൻ കാർ ഓടിച്ചാ മതി. സാർ അകത്തോട്ടല്ലേ? അകത്തെല്ലാവരും അപ്രതീക്ഷിതമായി കാത്തിരിപ്പുണ്ടാവും. അതിന് തന്റെ ശുപാർശയൊന്നും വേണ്ട. ഞാൻ ചെല്ല്. ഇതെന്ത് വണ്ടി? നമ്മൾ എത്ര വണ്ടി ഓടിച്ചതാ. മോറീസ് മൈനർ, ടയോട്ട, വോക്സ്വാഗൻ, ഡാറ്റ്സൺ, ഡോബർമാൻ, മാച്ച്ലെസ്, ബുൾഡോസർ വരെ. എന്നല്ലേ ഐസക് എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ പറയണോന്ന് വിചാരിച്ചു. ഗ്ലാരി എന്താണ് ആലോചിച്ചിരുന്നത്? താൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു എന്തൊക്കെയോ പറഞ്ഞു. ഇനി പറയാൻ സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ പറഞ്ഞാ മതിയോ? എന്തെങ്കിലുമൊക്കെ പറയണം മിസ്റ്റർ. ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മൾ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? അതിപ്പോ ഒരു കാര്യമില്ലാതെ നമുക്ക് സംസാരിക്കാൻ ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ ടീനേജ് ലവേഴ്സിനെ പോലെ റെസ്റ്റോറന്റും തിയേറ്ററും ഒക്കെ വഷളാവുന്നു അല്ലേ? അല്പമൊക്കെ ഇല്ലാതില്ല. പക്ഷേ ഇതൊക്കെ ഒരു റൂട്ടീൻ ആയിരിക്കുന്നു അല്ലേ? നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഓ യെസ്. ബില്ല് പേ ചെയ്യാതെയോ? നല്ല കാര്യമായി. ഇന്ത്യ വിൽ ടെസ്റ്റ്. ദിസ് ഈസ് ബ്രൂസ്. അല്ല, ലൂസി കുഞ്ഞൊരു കാര്യം അറിഞ്ഞോ? അറിഞ്ഞു. എന്താ കാര്യം? ഒരു പത്രവാർത്ത. അതല്ലെന്നേ, ഡോക്ടർ സാർ ഇന്നലെ കടപ്പുറത്ത് ഈ കക്ക പെറുക്കാൻ പോയിന്നല്ലേ? അതല്ലെന്നേ, ഡോക്ടർ സാറ് കൊറേ കുട്ടികളുള്ള ഒരു പെണ്ണിന്റെ കൂടെ കടപ്പുറത്ത് കൂടി ഇങ്ങനെ. എന്തോ എന്നിപ്പോ കൊല്ലൂട്ടോ. തനിക്ക് 24 മണിക്കൂറും പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. രാവിലെ തന്നെ കാറിലുള്ള പോക്കുണ്ടല്ലോ, പാല് വാങ്ങാൻ. അതെനിക്കിഷ്ടമല്ല. അവിടെ തന്റെ ഒരു ശൃംഗാരം ഉണ്ടല്ലോ, അതും എനിക്കിഷ്ടമല്ല. പിന്നെ തന്റെ ഒരു നോട്ടം, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇല്ല, തന്റെ ഇളിഞ്ഞ മോന്ത ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നെ മൊത്തം ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പോരെ? അത് തന്നെ. പോയി വല്ല ജോലിയും ചെയ്യാൻ നോക്ക്. രാവിലെ തന്നെ എന്ത് ജോലി ചെയ്യാനാ? അല്ല, ഇപ്പൊ രാത്രിയാണല്ലോ അല്ലേ. ഞാനൊരു പാവായതുകൊണ്ടല്ലേ എങ്ങനെ കഷ്ടപ്പെടുന്നത്. തല്ലു കൊള്ളാൻ കണ്ട പണന്മാരാമാരാര്. അമ്മച്ചി, ഒരു ചായ കൊണ്ടുപോണോ? എന്താ പതിവില്ലാതെ ഇപ്പൊ ഒരു ചായ? ഇപ്പൊ ഒരു ചായ കുടിക്കണം. താനൊന്ന് കുടിച്ചോ. താൻ അറിഞ്ഞോ, ഡോക്ടർ സാർ ഒരു പെങ്കുച്ചുമായിട്ട് ഇത്തിരി എന്തോ ആണത്രേ. താനൊന്ന് ലൂസിയോട് ചോദിച്ചറിയ. ആരാ പറഞ്ഞത്? സത്യമാണോ? അതല്ലേ ചോദിക്കാൻ പറഞ്ഞത്. ഹാവൂ, അങ്ങനെയെങ്കിൽ അവനൊന്ന് സമ്മതിച്ചു കിട്ടിയല്ലോ. അവൻ സമ്മതിക്കാൻ അവിടെ പോവാനാ? എന്റെ അല്ലേ മോൻ. അതൊക്കെ കൊടുത്തേക്ക്. അപ്പൊ മുത്തശ്ശനൊന്നുമില്ല? പ്രൊഫസർക്ക് മനസ്സിലായില്ലേ? ഗ്ലാഡിയല്ലേ? എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. കുട്ടി ഇരിക്കും. ഐസക്കിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റാവില്ല എന്ന് എനിക്കറിയാം. എങ്ങനെയുണ്ട് അനാഥാലയത്തിന്റെ പ്രവർത്തനമൊക്കെ? നന്നായി നടക്കുന്നു. ഞാൻ ആലോചിക്കായിരുന്നു ഐസക്, ഓരോരുത്തരും സ്വന്തം ജീവിതത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത് എത്ര വിചിത്രമായാണ്. ലൈഫ് ഈസ് എ ക്രൂവൽ ട്രൂത്ത്, ഡിപ്രൈവ്ഡ് ഓഫ് ലോജിക്. ആരും പറഞ്ഞതല്ല, എനിക്ക് തോന്നിയതാണ്. ഐസക്, തന്നെ ഉപദേശിക്കല്ല, ഒരിക്കലും വേർപിരിയാനായി ഒന്നിക്കരുത്. എന്ത് ബോറായിരുന്നു.
നാളെ മുതൽ അയാളുടെ ക്ലാസ്സിലിരിക്കാൻ എന്നെ കിട്ടില്ല. നീ എന്തിനാ കടലാസ് ചുരുട്ടി അയാളെ എറിഞ്ഞത്? അയാളുടെ കഷണ്ടി കണ്ട അറിയാൻ തോന്നുന്നു. തിരിഞ്ഞെന്ന് ബോർഡിൽ എഴുതുമ്പോ എന്ത് രസാ, നല്ല തിളങ്ങണ കഷണ്ടി. എന്ത് നടക്കാൻ? വീട്ടിലെത്തണ്ടേ? അപ്പൊ കാറില്ലേ? എന്നും കാറിലല്ലേ, ഇന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ബൈക്കിൽ പോവാം, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ബൈക്കിൽ ഇങ്ങനെ നടക്കുക? പിന്നെ ഞങ്ങൾ രണ്ടുപേരുണ്ട് താനും. അതുകൊണ്ടെന്താ, രണ്ടുപേർക്കും കയറാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കേറാം, പക്ഷെ ഇവർക്ക് പറ്റില്ലാന്ന്. അല്ല സുനിതേ? അതേന്ന്. അപ്പോ താമസം വയ്ക്കോ? ഞാനെങ്ങനെ ഒറ്റയ്ക്ക്? എന്നാ ബൈക്കോടെ വയ്ക്കേ, നമുക്ക് നടക്കാം. ഇതേതായാലും ഭയങ്കര ഫീലിങ്സ് ആയി പോയി ലൂസി. ഇന്നലെ അമ്മച്ചി നിന്നെ കുറിച്ച് ചോദിച്ചു, ഒരുപാട് ചോദ്യങ്ങൾ. അമ്മച്ചിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. എന്നിട്ടോ? നിന്റെ ഒരു പടം വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. വരച്ചു കൊടുത്തില്ലല്ലോ. അയ്യോ, രക്ഷപ്പെട്ടു. എന്റെ അമ്മച്ചിയെ കാണാതെ തന്നെ ഗ്ലാഡിയയ്ക്ക് ആ രൂപം വരയ്ക്കാൻ കഴിയുന്നുണ്ടാവും. എനിക്കതിന് കഴിയില്ല ഐസക്. എന്റെ മമ്മിയെ കുറിച്ച് ആന്റി പറഞ്ഞു കേട്ട അറിവേ എനിക്കുള്ളൂ. ഡാഡിയും മമ്മിയും കുറിച്ച് ആന്റി എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കഥകൾക്കൊക്കെ ഇതിഹാസങ്ങളിലെ വിശുദ്ധ പ്രണയ കഥകളുടെ പരിവേഷമായിരുന്നു. ടീച്ചറിന് വൈകിയോ? ടീച്ചർക്ക് ഐസക്കിന് മനസ്സിലായില്ലേ? ഡോക്ടറല്ലേ? മോള് വൈകിട്ട് വരില്ലേ? ഞാൻ പോട്ടെ കുട്ടികളെ. ഒന്നിനെ കാണുന്നില്ലല്ലോ. ആ മാലതി, ഇയാളുടെ കാനഡ പോക്കൊന്നും ശരിയായില്ലേ? ഒന്നും ശരിയായിട്ടില്ല. എന്റെ അടുത്ത് പറയായിരുന്നില്ലേ? ഞാൻ അറേഞ്ച് ചെയ്യുമായിരുന്നല്ലോ. നമ്മളൊക്കെ ഇത്ര അടുത്ത ആൾക്കാരായിരുന്നിട്ട് എന്നെ ഒരു അന്യനായിട്ട് കാണുന്നതിൽ എനിക്ക് ഭയങ്കര ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് ഒന്നും വേണ്ട. ഫീലിങ്സ് അധികമായാലേ മറ്റേ തെറാപ്പി വേണ്ടി വരും. ഭയങ്കര ജോക്സ് അല്ലേ? സാറുവാ, നമുക്കിത്തിരി ജോക്സ് പറയാ. കയ്യെടുക്കണം. ഭയങ്കര ബഡായിയാ. രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുക. സിസ്റ്റർ എന്നാ കാനഡയിൽ പോണത്? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോവും. താൻ എന്റെ പാട്ടിന് പോ. തീപ്പെട്ടിണ്ടോ? ആ, വിൽസല്ലേ ഇരിക്കട്ടെ. പോവാ. അപ്പച്ചന് വയസ്സുകാലത്ത് വല്ല ആവശ്യമുണ്ടോ? വയസ്സോ? ആർക്കാ വയസ്സായത്? സി, ഐ ആം ഫിറ്റ്. യു നോ മുഹമ്മദ് അലി? അപ്പച്ചൻ നീലഗിരിയിലായിരുന്നപ്പോ ഉണ്ടായിരുന്ന ക്യാഷ് എനിക്കറിയില്ലേ. When I was in നീലഗിരി. ഐസക്ക് വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല. മോളെ, അങ്കിളിന് ചായ കൊടുത്തോ? അങ്കിൾ ചായ കുടിച്ചിട്ടാ വന്നത് അല്ലേ അങ്കിൾ? അല്ല. ആർട്ടിക്കിൾ ഞാൻ കണ്ടു. പക്ഷേ അതിലൊരു പോയിന്റിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട്. അനാഥർക്ക് തങ്ങൾ അനാഥരാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലുണ്ടാകുന്ന വൈകാരിക ക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞത് കുറച്ച് എക്സാഗറേറ്റഡ് ആയിപ്പോയി. പിന്നെ അവരിലുണ്ടാകുന്ന പെരുമാറ്റ വൈഷമ്യങ്ങൾ പ്രൊഫഷണൽ ഹെൽപ്പ് കൊണ്ട് മാത്രമേ മാറ്റാൻ കഴിയൂ എന്നും എനിക്ക് തോന്നുന്നില്ല. അത് സെമിനാറിൽ ഉരുത്തിരിഞ്ഞ പൊതുവായൊരു അഭിപ്രായമായിരുന്നു. മാത്രവുമല്ല, എനിക്കൊന്ന് രണ്ട് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസും ഉണ്ട്. എനിഹൗ, നിങ്ങളുടെ സംരംഭം നന്നായി. ഇറ്റ്സ് എ നോവൽ വെഞ്ചർ. എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം. ഐ വിൽ ബി വിത്ത് യു. ആ, അതിരിക്കട്ടെ. അപ്പച്ചനെന്ത് പറയുന്നു? ഇപ്പോഴും കാലത്ത് ജോഗിങ്ങും ബോക്സിംഗും ഒക്കെ ഇല്ലേ? ഓ, ഇൻ ഫുൾ സ്വിംഗ്. പിന്നെ നീലഗിരി കഥകൾ ഇടയ്ക്കിടയ്ക്ക്, ട്രൈസ് ഡെയിലി. ആ, ഇതൊക്കെ. അശ്വതി കുട്ടി ഇപ്പൊ ഡാൻസ് പഠിക്കുന്നില്ലേ? ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ഓഹോ.